ഹലോ മക്കളെ, ഈ പ്രാവശ്യത്തെ ഓണം എക്സാമിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ ഒരു കാര്യം ഉറപ്പാണ്, കുറേ കുട്ടികൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ പ്രതീക്ഷ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അത് നിങ്ങൾ ഒരുപക്ഷെ തീരെ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കില്ല, പക്ഷെ എന്തുകൊണ്ടൊക്കെയോ അങ്ങനെ പറ്റിപ്പോയി. ഇനി ഈ ഒരു പ്രശ്നം നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലരും ഒരു കുഴിയിൽ വീണ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവും. കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ എഗ്രി എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് പുറത്ത് വരാൻ പറ്റുമോ? പുറത്ത് വരാൻ പറ്റുന്ന മാത്രമല്ല, പുറത്ത് വന്ന് നിങ്ങൾക്ക് പറക്കാൻ വരെ പറ്റും. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. പണ്ട് തമിഴ്നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ പയ്യൻ്റെ വീട്ടിലൊന്നും വലിയ ഫിനാൻഷ്യൽ കണ്ടീഷനൊന്നും ഭയങ്കര ഇല്ലായിരുന്നു. പക്ഷേ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പയ്യന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യും, സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടും വീട്ടിലെ കുറച്ച് ചിലവിനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം എന്ത് ചെയ്യും, കുറച്ച് ചെറിയ പണികളൊക്കെ ചെയ്യും. പത്രം ഇടാനൊക്കെ പോവുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കൂളിലൊക്കെ മോശമില്ലാത്ത രീതിയിൽ പഠിച്ചു. പിന്നീട് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതൽ ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ 8 പേരെ അവരൊന്ന് സെലക്ട് ചെയ്യുള്ളായിരുന്നു. ഈ പയ്യൻ അന്ന് 9ാമത്തെ റാങ്കിലാണ് വന്നത്. അതുകൊണ്ട് ഫൈറ്റർ പൈലറ്റ് ആവാൻ പറ്റിയില്ല. അപ്പോൾ ആ ഡ്രീംസ് മുഴുവൻ ഷാറ്റേഡ് ആയിപ്പോയി. ഗിവപ്പ് ചെയ്തില്ല, കുറച്ചും കൂടി കഷ്ടപ്പെട്ടു. അങ്ങനെ ISROയിൽ കയറി, ഒരു ജൂനിയർ ലെവലിലൊക്കെ കയറിയത്. പിന്നെ അവിടെയും കുറേ വർക്ക് ചെയ്തു, സക്സസ്ഫുൾ ആയിരുന്നില്ല. കുറേ സാറ്റലൈറ്റ് മിഷൻസിലൊക്കെ വർക്ക് ചെയ്തു, പലതും ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഉണ്ടാക്കിയ മിസ്റ്റേക്സിൽ നിന്നും ഫെയിലിയേഴ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പഠിച്ച് അവസാനം ഇദ്ദേഹം ലീഡ് ചെയ്ത ഒരു ടീമുണ്ടായിരുന്നു. ആ ടീമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഇന്ത്യ തന്നെ ഉണ്ടാക്കിയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇദ്ദേഹം ആരായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം. കിട്ടിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലൂവും കൂടി പറഞ്ഞുതരാം. ഈ ISRO കഴിഞ്ഞിട്ട് ചെറിയൊരു അച്ചീവ്മെൻറ്റ് കൂടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ 11ാമത്തെ പ്രസിഡൻ്റായി തീർന്നു. ഇനി പലർക്കും ഇദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിയാണ് അറിയാം. പ്രസിഡൻ്റായി, ISROയിൽ പരിപാടിയൊക്കെ ചെയ്തു. അതിനുശേഷം പ്രസിഡൻ്റ് ആയതിനു ശേഷം ഭയങ്കര പീപ്പിൾസ് പ്രസിഡൻ്റായി, അല്ലേ, ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രസിഡൻ്റായിരുന്നു. പക്ഷെ അതിന് മുൻപുള്ള ഫെയിലിയേഴ്സിൻ്റെ കഥകൾ ആർക്കും അറിയില്ല. ഈ ഫെയിലിയേഴ്സിൽ അദ്ദേഹത്തിന് മാറ്റി നിർത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ലൈഫിൽ ഫെയിലിയേഴ്സ് നേരിടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ട്രഗിൾ നേരിടുന്ന ആൾക്കാർ എല്ലാവരും സക്സസ്ഫുൾ ആവുമോ? ഒരിക്കലുമില്ല. മിക്ക ആൾക്കാരും ആക്ച്വലി ഫെയിലിയേഴ്സ് തന്നെ ആവുക, അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹത്തിന് എങ്ങനെ ആവാൻ പറ്റി? അവിടെ വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫെയിലിയേഴ്സിൽ നിന്ന് അദ്ദേഹം ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് അദ്ദേഹം അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തുകൊണ്ടാണ് ഫെയിലിയേഴ്സ് ഉണ്ടാക്കിയത്, ആ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ആ മിസ്റ്റേക്സ് ഇനി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റിയത്. ഇങ്ങനെയുമല്ല ഫെയിലിയേഴ്സ് ഉണ്ടായി, ഇല്ല ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ അടിപൊളിയാണ്, ഞാൻ ഇനി ചെയ്യുന്നതൊക്കെ ശരിയാവും, അങ്ങനെ പോലുമല്ല. അതൊന്ന് പഠിച്ചു, എൻ്റെ മിസ്റ്റേക്സ് ഞാൻ ഉണ്ടാക്കി, ഞാൻ തെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചിന്തയിലൂടെയാണ് ആ സക്സസ്സിലേക്ക് എത്തിയത്. ഇത് നിങ്ങളോട് പറയാൻ കാരണം വെച്ചാൽ, മക്കൾ നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ISROയിലൊന്നും അല്ലായിരിക്കും പണി ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ഓണം എക്സാമിൽ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു, യെസ് ഇറ്റ് ഈസ് എ ഫെയിലിയർ. പക്ഷേ ഇത് അവസാനമാണോ? അല്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. നിങ്ങൾക്ക് അവസാനം സക്സസ്ഫുൾ ആവേണ്ടത് നിങ്ങൾ പബ്ലിക് എക്സാമിൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ A+ഓ 90% ഒക്കെ ആയിരിക്കും. അതിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു തീരുമാനം ഇപ്പം നിങ്ങൾ എടുക്കണം. ആ തീരുമാനമായിരിക്കും നിങ്ങൾ ഇനി സക്സസ്ഫുൾ ആവുന്ന കാര്യത്തിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്? നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാത്തതാണോ, ഡെയിലി പഠിക്കാത്തതാണോ, റിവൈസ് ചെയ്യാത്തതാണോ, അല്ലെങ്കിൽ ഹിന്ദി പോലത്തെ സബ്ജക്ട്സിലൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടി അറ്റൻഷൻ കൊടുക്കാത്തതാണോ, എന്താണെന്നുള്ള ഓരോ ആൾക്കാർക്ക് വേറെ ഉത്തരങ്ങളായിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കണ്ടുപിടിക്കുക മാത്രമല്ല, ഇനി അങ്ങോട്ട് ആ മിസ്റ്റേക്ക് ഉണ്ടാക്കില്ല എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുഴിയിൽ നിന്ന് ചാടുക മാത്രമല്ല, നിങ്ങൾക്ക് പറക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പറക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ എൻ്റെ ആണ്. നിങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം ഒരൊറ്റ കാര്യം തീരുമാനിക്കേണ്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ആ ലൈഫിൽ ഇനിയെങ്കിലും ആ ഒരു മാറ്റം വരുത്താൻ റെഡിയാണോ? റെഡിയാണ് കമൻറ്റ് ബോക്സിൽ I am ready സാർ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറക്കും.